പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കർത്താവായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ജയാളിയാണ്. സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പുറമെ ജയിച്ചു എന്ന് തോന്നുന്ന സ്ഥലത്ത് ജയിച്ചു, അല്ലാത്തടത്ത് പരാജയപ്പെട്ടു. ഞാനൊരു പരാജയമാണ്, തകർച്ചയാണ്. എന്നാൽ യേശുവിനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാം, അവന്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന സകല വഴികളിലും അതിന്റെ ക്ലൈമാക്സ് ജയത്തിലെത്തി തീർക്കുവാനായിട്ട് ദൈവം കൂടുണ്ട്, കർത്താവ് കൂടുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അടിസ്ഥാനപരമായുള്ള മാറ്റം വരുത്തി. എങ്ങനെ മാറ്റം വരുത്തി? ആദാമിന്റെ ലംഘനത്താൽ ദൈവത്തിന്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാനായിട്ട് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനവും സാധ്യമാക്കി തീർത്തു. അത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വ്യക്തിയാണോ യേശു എന്റെ പാപത്തിനു വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപം, എന്റെ ശാപം, എന്റെ ജീവിതത്തിനകത്ത് രോഗിയാകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ശാപം ചുമന്ന് ആ ശാപത്തിന്റെ അനന്തരഫലം അനുഭവിച്ച് ഞാനും എൻ്റെ തലമുറകളും നശിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ശാപത്തിൽ അല്ലെങ്കിൽ രോഗത്തിൽ തകരേണ്ട സ്ഥലത്ത് എന്നെ അനുഗ്രഹമാക്കി മാറ്റി, എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം മാറ്റി. ഹല്ലേലൂയ. അതൊരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ ഫലമാണ്, പ്രോഡക്റ്റാണ്, ഉൽപ്പന്നമാണ്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും വരത്തില്ല, എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് യേശുക്രിസ്തുവിലൂടെ എൻ്റെ നന്മയ്ക്കും എൻ്റെ അനുഗ്രഹത്തിനും വേണ്ടിയതെല്ലാം കർത്താവ് സാധ്യമാക്കി തീർത്തു. അതെന്റെ ഉറപ്പാണ്. പ്രൈസ് ഗോഡ്. അത് ദൈവവചനമാണ് നമുക്ക് ആ ബോധ്യം നമ്മളകത്ത് തരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഞാൻ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ഭാവി സ്വപ്നം കാണാൻ എനിക്ക് സാധ്യത ഉണ്ടായിരുന്നെന്നായിരുന്നില്ല. കാരണം എൻ്റെ വിദ്യാഭ്യാസ കാലം, എൻ്റെ ജീവിത ചുറ്റുപാടുകൾ, ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചു, എന്നെ വ്യക്തിപരമായി ഞാൻ എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കാനുള്ള സാധ്യതകൾ എൻ്റെ മുമ്പിലില്ല. എന്നാൽ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, യേശു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. ഞാനൊരു മതപ്രകാരം യേശുവിനെ അനുഗമിച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാണ് യേശുക്രിസ്തുവിനെ വ്യക്തിപരമായ നിലയിൽ ഒരു തിരിച്ചറിവ് എൻ്റെ അകത്തുണ്ടായത്. യേശുക്രിസ്തു എൻ്റെ വ്യക്തിപരമായ പാപത്തിനും ശാപത്തിനും വേണ്ടി യേശു മരിച്ചു എന്ന തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. അതേ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിനും ശാപത്തിനും വേണ്ടി വില കൊടുത്തു എന്ന് തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന എല്ലാ വഴികളിലും കർത്താവ് നന്മയായത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു തിന്മയും നിങ്ങളെ തൊടാൻ ദൈവം അനുവദിക്കുന്നില്ല. നമുക്ക് മോശയുടെ ജീവിത അനുഭവങ്ങളെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിന്റെ 23 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തെങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പൊ അവിടെ പറയുന്ന ദൈവജനം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ കഷ്ടം അനുഭവിക്കാൻ, പ്രയാസം അനുഭവിക്കാനായിട്ട് നിങ്ങൾ അവരങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? അല്ല.
ഇപ്പൊ ഇവിടെ പറയുകയാണ് ദൈവജനത്തിലൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. ദൈവജനം എന്ന് പറയുന്നു, കഷ്ടത എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് അവിടെ ഈ കഷ്ടത എന്ന വാക്ക് വരുന്നത്? അതായത് ആ കാലഘട്ടത്തിൽ ജനം മിസ്രൈമില് വർദ്ധിച്ചതുകൊണ്ട്, അവർ പാപം ചെയ്തതുകൊണ്ടെന്നല്ല പറയുന്നത്, അവർ വർദ്ധിച്ചതുകൊണ്ട് അവരെ കുറിച്ചുള്ള ഭയം നിമിത്തം അവരോട് കഠിനമായി പെരുമാറുന്ന നിലയിൽ ഫറവോൻ തന്റെ ഊഴിയ വേലക്കാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ആ നിലവാരത്തിൽ വളരെ കഠിനമായ നിലയിൽ ജനത്തോട് ഇടപെടുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്താണ് മോശ ജനിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ആർക്കും തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടെന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആർക്കുമില്ല. പക്ഷെ മോശയുടെ അകത്ത് ഒരു ചിന്ത വന്നു. അവൻ തന്റെ ജനത്തിന് വിടുതലിന് കാരണക്കാരനാകുമെന്ന് അവന്റെ അകത്തൊരു ചിന്ത വന്നു. അവൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവനൊരു യഹൂദനായിരിക്കെ, യഹൂദ കുടുംബത്തിൽ ജനിച്ച്, എന്നാൽ മിസ്രൈമിലെ രാജഗ്രഹത്തിൽ വളർന്നു. സാഹചര്യങ്ങൾ അങ്ങനെ ഒരുക്കപ്പെട്ടു. എന്നാൽ ആ മോശയുടെ ജീവിതത്തിനകത്ത് ഹൃദയത്തിൽ ഒരു ചിന്ത കിടപ്പുണ്ട്. യെസ്, ഞാൻ ഇപ്പോൾ വളരുന്നത് ഇവിടെയാണ്, ഞാൻ ആയിരിക്കുന്നത് ഈ ഭവനത്തിലാണ്, പക്ഷെ ഞാൻ ആക്ച്വലി ദൈവജനത്തോട് കൂടുള്ളവനാണ്. അവനകത്ത് ആ ബോധ്യമുണ്ട്. അപ്പോൾ അവൻ തന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ എന്ന് പറയാൻ പറ്റത്തില്ല. അവനൊരു രാജഗ്രഹത്തിൽ ജീവിക്കുന്നവനാണ്. അതിന്റെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന മോശയുടെ ജീവിതത്തിനകത്ത് അവൻ അവനെക്കുറിച്ച് തന്നെ തെറ്റായോ മോശമായോ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അവന്റെ മുമ്പിലില്ല. എന്നാൽ മോശയുടെ ജീവിതത്തിനകത്ത് മോശയുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിനൊരു പ്രവൃത്തി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ദൈവത്തിനൊരു പ്രവൃത്തി മോശയുടെ ജീവിതത്തിന്റെ മാനസികമായ ചിന്തകളെ പോലും തിരിക്കുന്ന നിലയിലേക്ക് വരിക. അവിടെ മോശ തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടും. അവിടെ കഷ്ടം അനുഭവിക്കാനല്ല ഇറങ്ങി പുറപ്പെട്ടത്. തന്റെ ജനത്തെ അവരുടെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കാനായിട്ടാണ് മോശ ഇറങ്ങി പുറപ്പെട്ടത്, കഷ്ടം അനുഭവിക്കാനല്ല. പക്ഷെ ആ മോശയെ ഇവിടെ തുടർന്ന് നമ്മൾ വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 26 വാക്യം, എബ്രായ ലേഖനം 11:26. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ചിന്തിച്ചു നോക്കിയേ, ക്രിസ്തുവിന്റെ നിന്ന മിസ്രൈമ്യ ധനത്തെക്കാൾ വലുതായിരുന്നു, മിസ്രൈമ്യ നിക്ഷേപങ്ങളെക്കാൾ വലുതായിരുന്നു. അതെങ്ങനെ മിസ്രൈമ്യ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന് നിന്ന വലുതാകുന്നത്? അതായത് അവർക്ക് നിന്നയായി തോന്നുന്നതാണ്, പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം അത് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ വലിയ ധനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കഷ്ടതയും പട്ടിണിയും പ്രയാസവും ഒക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് അവിടെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു. നമ്മൾ പ്രയാസവും കഷ്ടത പട്ടിണി അതെല്ലാം നമ്മൾ എപ്പോഴും അതിനപ്പുറമായി നമ്മളിൽ വസിക്കുന്ന ദൈവിക നിയോഗത്തെയും തെരഞ്ഞെടുപ്പിനെയും വിളിയെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോ കഷ്ടതയെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സകലത്തിനേക്കാളും ശക്തമേറിയതാണ് എൻ്റെ അകത്ത് കിടക്കുന്ന വിളി. എൻ്റെ വിളിയെ ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ കഷ്ടതകളെ ജയിക്കാൻ എൻ്റെ വിളിക്ക് ശക്തിയുണ്ട്. എൻ്റെ മേൽ കിടക്കുന്ന വിളിക്ക് എൻ്റെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും ജയിക്കാൻ പവറുണ്ട്. പവർ. യെസ്, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചു നോക്കിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ കഷ്ടതയാണോ വലുതായിട്ട് കാണേണ്ടത്? എൻ്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തെയാണോ, നമ്മുടെ അഭിഷേകത്തെയാണോ വലുതായിട്ട് കാണേണ്ടത്? നമുക്കൊരു ആവശ്യം ഉണ്ടെന്നിരിക്കട്ടെ, നമുക്കൊരു 1000 രൂപയുടെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ ബാങ്കിൽ 1,00,000 രൂപ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ 1000 രൂപയുടെ ആവശ്യത്തിലേക്കല്ല നമ്മൾ ഫോക്കസ്, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടാറില്ല. കാരണം അതിനേക്കാൾ വലിയ നിക്ഷേപം എനിക്കുണ്ട്.
ഇത് പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മോശ ക്രിസ്തുവിന്റെ നിന്ന, മോശയുടെ ജീവിതത്തിനകത്ത് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ആ നിന്നയെ അല്ല കാര്യമായിട്ട് എടുക്കുന്നത്, ക്രിസ്തുവിന്റെ ഭാവം. അതായത് ഇനി വെളിപ്പെടാൻ പോകുന്ന ഒരു വലിയ വിമോചനമുണ്ട്, ഒരു വിടുതലുണ്ട്. അതിനെ മോശ വലുതായിട്ട്. നമുക്കറിയാം മോശയുടെ ജീവിതത്തിൽ ഫറവോന്റെ ഗ്രഹത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകനെ വളർത്തപ്പെട്ട മോശയെ സംബന്ധിച്ചിടത്തോളം, മോശ പദവി കൊണ്ട് അവൻ മിസ്രൈമേ രാജാവിന്റെ പുത്രിയുടെ മകന് സ്ഥാനം കൊണ്ട്. എന്നാൽ ജനനം കൊണ്ട് അവൻ ഇസ്രായേലിന്, ദൈവജനത്തോട് കൂടുള്ളവൻ. അങ്ങനെ ഇരിക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ ഒരൊറ്റ പോയിന്റ് കൊണ്ട് മോശയുടെ അകത്ത് അവൻ പ്രായമായപ്പോൾ ഒരു ദിവസം അവനകത്തൊരു ചിന്ത വന്നു, തന്റെ സഹോദരങ്ങളെ കാണണമെന്നൊരു ആഗ്രഹം. അവൻ ഇറങ്ങി പുറപ്പെട്ട് തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി നിന്നപ്പോൾ സഹോദരങ്ങൾ തന്നെ അവനെതിരെ സംസാരിച്ചപ്പോൾ അവൻ ഫറവോനെ ഭയന്ന്, കാര്യം പാട്ടായി എന്ന് ഫറവോനെ ഭയന്ന് ഓടി മിദ്യാനിൽ ചെന്ന് അവിടുത്തെ പുരോഹിതന്റെ ആടുകളെ മേയ്ക്കുന്നവനായിട്ട് അവൻ ജീവിക്കും. നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം കഴിഞ്ഞ 40 വർഷം അവൻ നഷ്ടമാക്കി. കാരണം ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ട്, ഒരുവനെ കൊന്നതുകൊണ്ട്, ഒരുവനോട് പ്രതികരിച്ചതുകൊണ്ട്, ഒരു തിന്മയോട് പ്രതികരിച്ചതുകൊണ്ട്. എന്നാൽ അടുത്ത 40 വർഷം പ്രതികരിക്കാൻ കഴിയാത്തവനായി മരുഭൂമിയിൽ ആടുകളെ മേച്ച് ജീവിക്കുക. മോശ പ്രാർത്ഥനക്കാരനായിരുന്നു, ബൈബിൾ വായനക്കാരനായിരുന്നു, ദർശനം കാണുന്നവനായിരുന്നു എന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ മോശയുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാകും. മോശയുടെ അകത്ത് ഇന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തെ തേടി നടക്കും. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങളും ഞാനും എന്ന് വ്യക്തിപരമായി നാം എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, ആ മനസ്സിലാക്കലിലാണ് നാം ദൈവത്തെ കണ്ടെത്തുന്നത്. ദൈവം നമ്മുടെ അകത്താണ് വസിക്കുന്നത്, ഒരു തിരിച്ചറിവുണ്ടാകുന്നത് ആ അന്വേഷണത്തിൽ നിന്നാണ്, ആ അറിവിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗസൗഖ്യത്തിന്, നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം, നമ്മുടെ വിഷയങ്ങളുടെ പരിഹാരം, ശാപത്തിന്റെ വിടുതൽ, നമ്മുടെ സാമ്പത്തിക വിഷയത്തിന്റെ പരിഹാരം, ഇതിനെല്ലാം നമ്മൾ പല കാര്യങ്ങളെ, പല റെമഡി അന്വേഷിച്ച് നടക്കുക. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും, ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തിൽ ചെന്നപ്പെട്ടു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ഒരുപക്ഷെ നിങ്ങളൊരു മാതൃക ഒരുപക്ഷെ കണ്ടു കാണത്തില്ല ഇതുവരെ, അതിനൊരു അടയാളം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന അഭിഷേകം, നിങ്ങൾ ചുമക്കുന്ന സകല വിഷയത്തിനും പരിഹാരം വരുത്തത്തക്ക പവർ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ മോശ, നമുക്കറിയാം, ഗിദിയോന്റെ അടുക്കൽ കർത്താവ് പറഞ്ഞു ദൈവം നമ്മോട് കൂടുണ്ട്. ഗിദിയോന്റെ ചോദ്യം ഇതാ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത്ര പ്രശ്നമൊക്കെ? ദൈവം കൂടെ ഉണ്ട് എന്ന് അറിയുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിവുള്ള ഒരുവൻ ഉണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്ന് വെളിപ്പെടും. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വിഷയങ്ങളും ഇതൊക്കെ നമ്മൾ വലുതായിട്ട് കാണുകയും, പക്ഷെ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്നത്ര വലിപ്പം കർത്താവിന് കൊടുക്കാറില്ല. കർത്താവ് വലിയവനാന്ന് നമ്മൾ കാണത്തില്ല, നമ്മുടെ വിളി വലുതാന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു, എന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മ, എന്റെ അകത്ത് കിടക്കുന്ന നിയോഗം, എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്വം എന്റെ വിഷയത്തെക്കാൾ വലുതാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ പ്രതികൂലങ്ങളെ കണ്ട് അതിനെ കണ്ട് നിങ്ങൾ തളർന്ന് അത് കഴിഞ്ഞു, എല്ലാവരും അവരെന്നെ എതിർത്തു, ഇവരെന്നെ എതിർത്തു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അകത്തൊരു അഭിഷേകം ഇരിപ്പുണ്ട്, ആ വെല്ലുവിളികളെക്കാൾ ശക്തമേറിയതാണ് അത്. അതുകൊണ്ട് നിങ്ങളൊരു വ്യക്തിയോ സാഹചര്യങ്ങളെ കണ്ട് തലകുനിക്കാതെ അതിന്റെ മുമ്പിൽ നിങ്ങൾ നിന്നു കൊടുക്കാമോ? നിങ്ങളുടെ അകത്ത് നിങ്ങൾ അതിന് കീഴ്പ്പെട്ടു പോകരുത്, നിങ്ങൾ അതിന് അടിമകളാകരുത്. ആ വികാരത്തിന്, ആ ഭയത്തിന്, ആ ദേഷ്യത്തിന്, ആ അൺഫോർഗിവ്നെസ്സിന്, ആ ബിറ്റർനെസ്സിന്, ആ പാപത്തിന്, ആ അഴുക്കിന്, ആ നിരാശയ്ക്ക് നിങ്ങൾ അടിമകളാകരുത്, ആ ഭയത്തിന് അടിമകളാകരുത്. പകരമായിട്ട് നിങ്ങൾ പറയാൻ സാധിക്കണം, എന്റെ വിഷയത്തെക്കാൾ വലിയൊന്ന് എന്റെ അകത്തിരിക്കുന്ന വിഷയമാണ്. ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമായി എടുത്തു എന്ന് നമ്മൾ കാണുമ്പോൾ, ആ നിന്ന വലിയ പ്രശ്നം, വലിയ പ്രയാസം, അതിനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്.
പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ വസിക്കുക. എൻ്റെ ഈ പ്രശ്നങ്ങൾ, എൻ്റെ മുമ്പിൽ വെല്ലുവിളികളുണ്ട്, പക്ഷെ ആ വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഒരു ശക്തി എൻ്റെ അകത്തുണ്ട്. ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. ദൈവത്തിന്റെ ജീവൻ എൻ്റെ അകത്ത് വസിക്കുക. ഈ ബോധ്യം പ്രിയപ്പെട്ട ഹല്ലേലൂയ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി നമ്മളെ ഉപയോഗിക്കാൻ കാരണമായി തീരും. അവിടെ ചിന്തിച്ചു നോക്കുക, ഒരൊറ്റ ഒരു വ്യക്തിയെ കൊന്നവനായ മോശ, പ്രതികരിച്ചവനായ മോശ, പിന്നത്തതിൽ അവർ ഒറ്റ കാരണം, ഒരൊറ്റ തെറ്റ്, ശാന്തമായി കൈകാര്യം ചെയ്യേണ്ട കാര്യം, സമാധാനത്തോടെ ഇരിക്കേണ്ട കാര്യത്തെ അല്ലാതെ പ്രതികരിച്ചുകൊണ്ട് അവന്റെ അടുത്ത 40 വർഷം അത് പ്രയോജനമില്ലാതെയായി തീർന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതല്ല. അടുത്ത വരുന്ന 40 വർഷം, അവന്റെ ഭീതിയോടെ കഴിഞ്ഞ 40 വർഷം, ഒറ്റപ്പെട്ട് കഴിഞ്ഞ 40 വർഷം, കർത്താവ് അവനെ നോക്കുന്നത് അവൻ ഇന്നലെ ചെയ്ത തെറ്റല്ല, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ബലഹീനതയല്ല. കർത്താവ് അവനിലേക്ക് നോക്കുന്നത് അവന്റെ അകത്ത് കിടക്കുന്ന തന്റെ ജനത്തെ കുറിച്ചുള്ള എരിവാണ്, തന്റെ അകത്തുള്ള പാഷനാണ് കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നത്തെ നമുക്കറിയാം, മോശയോട് അടുത്ത ആ ഒറ്റപ്പെടിയിൽ 40 വർഷം കൊണ്ട് ദൈവം മോശയെ അടുത്തൊരു തലത്തിലേക്ക് പണിതെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുമ്പോൾ, ചിലർ നിങ്ങളെ അവഗണിക്കുമ്പോൾ, ചിലര് മറ്റാരോടും അവർക്ക് പ്രയാസമില്ല, നിങ്ങളെ കാണുമ്പോൾ ഒരു പ്രയാസം, മറ്റാരോടും അവർക്ക് ഒരു വെറുപ്പില്ല, നിങ്ങളെ കാണുമ്പോൾ ഒരു വെറുപ്പ, മറ്റാരെയും കുറ്റം പറയത്തില്ല, നിങ്ങളെ കുറ്റം പറയും, മറ്റാരെയും അപവാദം പറയത്തില്ല, നിങ്ങളെ അപവാദം പറയും. നിങ്ങളെ മുറിപ്പെടുത്താനായിട്ട് ചുറ്റുപാടുകൾ, സാഹചര്യങ്ങളിൽ നിങ്ങൾ ആ വ്യക്തിയോട് വെറുപ്പ് വെക്കരുത്, സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടരുത്. പകരമായി നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നെ വിളിച്ചൊരു വിളിയുണ്ട്. എന്റെ ഈ സാഹചര്യങ്ങളെ മുഴുവൻ എന്നെ കുറിച്ചുള്ള ദൈവിക വിളിക്ക്, നിയോഗത്തിന്, ഹല്ലേലൂയ, ആമേൻ, എന്നെ ഒരുക്കുന്ന ഒരു മുഖാന്തരമായിട്ട് അത് മാറുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നമ്മളെ തകർക്കാനായിട്ട് വരുന്ന സാഹചര്യങ്ങളെ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇല്ല, ഇതിന്റെ അകത്തും ദൈവം ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു മാർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹോരേബിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. പിന്നത്തെ നമുക്കറിയാം, മോശ മടങ്ങിപ്പോയി. എവിടെ നിന്നാണോ ഭയപ്പെട്ടു പോയത്, അതേ സ്ഥലത്തേക്ക് മോശ മടങ്ങിപ്പോയി. അവൻ പലപ്പോഴും നോ പറഞ്ഞത്, തടസ്സം പറഞ്ഞത്, എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു, പോണം, നിന്നെ ഞാൻ അയക്കും. മോശ പോയി. അവിടെ 10 ബാധകളാൽ ആ ദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള മഴയും കൽമഴയും അതുപോലെ വെട്ടുക്കിളി, അതുപോലെ എല്ലാ വിധത്തിലും 10 ബാധ. എന്നാലും ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ മിസ്റ്റേക്ക്, ഒരു ശത്രുവിനോട് പ്രതികരിച്ചതിന്, ഒരൊറ്റ വ്യക്തിയോട് പ്രതികരിച്ച ഒറ്റ കാരണം കൊണ്ട് അവിടെ ഓടിപ്പോയവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ തിരിച്ചു വരുന്നത് അവന്റെ ശത്രുവാകുന്ന ജനതയോട് മുഴുവൻ പ്രതികരിക്കുന്ന ഒരു അഭിഷേകത്തോടുകൂടെ മടങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ, നിങ്ങളെ ആളുകൾ വെറുക്കുന്നത്, ഹല്ലേലൂയ, ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വളരെ സുരക്ഷിതമായി സേഫ് ആയിട്ട് ഇരിക്കുന്നവരുള്ളൂ. അവര് മനസ്സുകൊണ്ട് സുരക്ഷിതമായിരിക്കുന്നത്, മനസ്സുകൊണ്ട് സ്വസ്ഥമായിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലര് പുറമേ വളരെ ശാന്തമാണ്, ഒരു കുഴപ്പമില്ല, അവര് സേഫ് ആയിട്ട് വളരുന്നവരാ, അവരുടെ ജീവിതത്തിനകത്തൊരു ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും ചില വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുന്നവരെ നോക്കിക്കേ, അവരുടെ ജീവിതത്തിനകത്ത്, വിദ്യാഭ്യാസത്തില്, ജോലിയില്, ആരോഗ്യപരമായിട്ട്, കുടുംബത്തില്, ബിസിനസ്സില്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ശുശ്രൂഷകളിൽ വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുന്നവർ നോക്കിക്കുക. അവരെ പിന്നത്തതിൽ ശക്തമായിട്ട് ഇവരാണോ അതെന്ന് നമ്മൾ ആശ്ചര്യപ്പെടുന്ന പോലെ അവരെ പിന്നത്തതിൽ അവരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ മോശ ആ ഒരു വെല്ലുവിളികളിൽ കൂടെ പോയതായി മോശ കഴിഞ്ഞ 40 വർഷം മരുഭൂമിയിൽ ആടുമേച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ജീവിച്ച മോശയാണ് ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ലാത്തവനായിട്ട് നിൽക്കുക. പക്ഷെ ഈ 40 വർഷം ദൈവം മോശയിൽ ഒരു പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് പ്രക്രിയ എന്നറിയാമോ? ഹല്ലേലൂയ. സ്വന്തം ആഗ്രഹത്തിന്, സ്വന്തം വിചാരങ്ങൾക്ക്, സ്വന്തം പ്രാപ്തിക്കത്തോളം കാര്യം ചെയ്തുകൊണ്ടിരുന്ന മോശ, ജ്ഞാനം നിറഞ്ഞ മോശ. ആ മോശയെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവൻ അവിടുത്തെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായിരുന്നു എന്നാണ് വചനത്തിൽ കാണുന്നത്. അവിടുത്തെ എല്ലാ ജ്ഞാനം അഭ്യസിച്ചവൻ, എല്ലാ വിധത്തിലും ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 22-ാം വാക്യം, മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അപ്പൊ സാമർത്ഥ്യമുള്ള മോശയെ
അതെ, സാമർഥ്യമുള്ള മോശയെ ദൈവത്തിന്റെ ഇണങ്ങിയ ആയുധമായിട്ട് മാറുന്ന അവസ്ഥ വരെ 40 വർഷം മരുഭൂമിയില്ല. പക്ഷെ ഒരു കാര്യം, ഹല്ലേലൂയ, പിന്നെ മോശ മടങ്ങി വരുന്നത് സാധാരണക്കാരനായിട്ടല്ല, ദർശനം പ്രാപിച്ചവനാണ്, ഒരു ഉറപ്പുള്ളവനായിട്ട്. എന്താണ് ബോധ്യം എന്നറിയാമോ? ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാനത് ചെയ്യാൻ ഇറങ്ങിയതല്ല. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാക്തത്വം ചെയ്തവൻ എന്നോട് പറഞ്ഞു ഞാൻ വിടുവിക്കുമെന്ന്, എന്നോട് പറഞ്ഞു ഞാൻ വിടുവിക്കുമെന്ന്, എന്നോട് പറഞ്ഞു ഞാൻ കൂടെ ഇരിക്കുമെന്ന ആ ബോധ്യത്തിലെ മോശ വന്നിരിക്കുന്നത്. ഒരു 40 വർഷം മുമ്പ് മോശയുടെ അടുത്ത് ഇരുന്നാൽ മോശയുടെ അടുത്ത് എന്ത് ചോദിച്ചാലും മറുപടി പറയാനുണ്ട്. ജ്ഞാനമുള്ളവന്, സാമർഥ്യമുള്ളവന്, വാക് വൈഭവമുള്ളവന്, സംസാരിച്ച് അവൻ്റെ അടുത്ത് നേടാൻ കഴിയത്തില്ല, സംസാര പാഠവമുള്ളവന്. പക്ഷെ ഇത്രയും കഴിവുള്ള മോശ വിക്കനായി തീർന്നു, സാമർഥ്യമില്ലാത്തവനായി മാറി. പക്ഷേ സാമർഥ്യമല്ല കർത്താവിന് വേണ്ടത്, സംസാര പാഠവമല്ല കർത്താവിന് വേണ്ടത്, ജ്ഞാനമല്ല കർത്താവിന് വേണ്ടത്. ഇതെല്ലാം ഉള്ളപ്പോഴും ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു മോശയായിരുന്നു കർത്താവിന് വേണ്ടത്. ജ്ഞാനമുള്ളവനായിരുന്നെങ്കിൽ, ബുദ്ധിയോടെ നിന്നിരുന്നെങ്കിൽ, അവന്റെ സ്വന്തം പ്രാപ്തിക്കത്തോണമാണ് നിന്നിരുന്നെങ്കിൽ പലപ്പോഴും ഫറവോൻ മോശയോട് കോപിച്ചിട്ടുണ്ട്, ജനം മോശയോട് കോപിച്ചിട്ടുണ്ട്. നീ വന്നത് ഞങ്ങളുടെ പ്രശ്നമായിട്ട് മാറി. പഴയ മോശയാണ് അപ്പൊ തന്നെ ഇട്ടേച്ച് മിദ്യാനിലേക്ക് വീണ്ടും ആടുമേക്കാൻ പോയി. പക്ഷെ കഴിഞ്ഞ 40 വർഷം അവനെ ഒരുക്കിയെടുത്തത്, അവനെ പണിതെടുത്തത് അസാധാരണമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒറ്റപ്പെടലുകളും നിന്ദകളും ഒരുപക്ഷെ മാനസികമായിട്ട് സമ്മർദ്ദം നിങ്ങൾക്ക് തോന്നിയേക്കും. വേണ്ട, ആ സമ്മർദ്ദം എടുത്തു കളാം. കരയരുത്, നിരാശപ്പെടരുത്. നിങ്ങളിലൂടെ ചെയ്തെടുക്കാൻ പോകുന്ന കാര്യം വലിയ കാര്യമാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആളുകളുടെ അടുക്കൽ ചെന്ന് അവരോട് ക്ഷമ പറഞ്ഞ്, അല്ലെങ്കിൽ അവരോട് ഒരിക്കലും കയ്പും ദേഷ്യം വെച്ചുകൊണ്ട് നടക്കരുത്. പക്ഷെ എല്ലാവരുടെ മുമ്പിൽ ചെറുതായി നിങ്ങൾ അങ്ങനെയുള്ള വിളി അല്ല. നിങ്ങൾ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, കർത്താവിനൊന്ന് ആശ്രയിച്ച്, കർത്താവിനൊന്ന് അടങ്ങിയിരുന്നേ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ വിരോധമായി നിൽക്കുന്ന ശത്രുവിനേക്കാൾ ശക്തിയുള്ളതാണ് നിങ്ങളുടെ അകത്തെ വിഷയം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങൾക്ക്, രോഗമാകട്ടെ, ശാപമാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അതിനേക്കാൾ ശക്തിയുള്ള ഒരു അഭിഷേകം നിങ്ങളുടെ അകത്തിരിക്കുന്നു. പിന്നെ മോശ തിരിച്ചു വരുന്നത് ചിന്തിച്ചു നോക്കിക്കേ. 10 ബാധ, എന്തൊക്കെ പ്രശ്നം, അവിടുത്തെ സമ്പത്ത് മുഴുവൻ നശിച്ചു. പക്ഷേ ഒരു വിധത്തിലും മോശയ്ക്ക് അതൊരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല, പറ്റുന്നില്ല. കാരണം ഇതിന് പുറകിൽ ദൈവം മോശയോട് കൂടെ ഒന്ന് പ്രവർത്തിക്കുക. ആ 9 ബാധ, വസ്തുവകകൾ നശിച്ചു, മൃഗസമ്പത്ത് നശിച്ചു, നിലത്തെ കൃഷി നശിച്ചു, മനുഷ്യന്റെ സ്വസ്ഥത നശിച്ചു. മാത്രമല്ല, ഇതുവരെയും ഈ ജനം അടിമകളെപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ ഇപ്പൊ ജോലി നടക്കുന്നില്ല ദേശത്ത്. അപ്പൊ അത്രയും അതുപോലെ പ്രയാസം നിറഞ്ഞൊരു സാഹചര്യത്തിലായിരിക്കും. എന്നാൽ 10ാമത്തെ ബാധയിൽ ദൈവം പറഞ്ഞു, നീ യാഗം അർപ്പിക്കുക. എല്ലാവരും യാഗം അർപ്പിച്ചു. ആ യാഗം അർപ്പിച്ച അന്ന് രാത്രിയിൽ അവരെ യാഗവസ്തുവിന്റെ രക്തമെടുത്ത് കട്ടളപ്പടിമേലും കുറുമടിമേലും പുരട്ടി. അന്ന് രാത്രിയിൽ സംഹാരദൂതൻ ഇറങ്ങി. ഫറവോന്റെ ആദ്യജാതൻ മുതൽ അവിടുത്തെ ഏറ്റവും ചെറിയ ജോലിക്കാരന്റെ ആദ്യജാതന വരെ സംഹാരദൂതൻ കൊന്നുകളഞ്ഞു. ഒരിക്കൽ ഒരാളോട് പ്രതികരിച്ചതിന് ഭയന്നോടിയ മോശയാണ്. എന്നാൽ ഇതാ, ആ രാജ്യത്ത് മുഴുവൻ ശക്തിയേറിയ ദൈവിക പ്രവൃത്തി നടക്കുവാൻ ഒരു ഉപകരണമായിട്ട് മോശ എടുത്ത് ഉപയോഗിച്ച ദൈവം. ഇപ്പോൾ മോശ ഭയന്നല്ല ഓടുന്നത്, ജയാളിയായിട്ട്. കാരണം കഴിഞ്ഞ 40 വർഷം അവന്റെ ഒറ്റപ്പെടിൽ, കഴിഞ്ഞ 40 വർഷത്തെ രാജകീയ ജീവിതമല്ല, അവൻ ആ ഒറ്റപ്പെടലിന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ ഒരു നേതാവിനെ വളർത്തിയെടുത്തു. ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തകർന്നവരായിട്ട്, നിരാശപ്പെട്ടവരായിട്ട്, ജീവിതം തീർന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല,
എല്ലാവരും നിങ്ങളെ വഴക്ക് പറയും, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുക. അത് നിങ്ങളുടെ തോന്നല. നിങ്ങളെ ഒരിക്കലും ആർക്കും ഒറ്റപ്പെടുത്താൻ കഴിയത്തില്ല. ബിക്കോസ് ഗോഡ് ഈസ് ഇൻ യു. ഇന്നലകളിൽ സമൃദ്ധിയും ജ്ഞാനവും സാമർഥ്യവും ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് വൈഭവങ്ങൾ ഒന്നുമില്ലാതിരിക്കെ ഇന്നലകളിൽ നടന്നതിനേക്കാൾ പല 1000 മടങ്ങ് ശക്തിയേറിയ ശുശ്രൂഷ, പല 1000 മടങ്ങ് ശക്തിയേറിയ ഉയർച്ച, ജീവിത വിജയം തരാൻ കർത്താവിന് കഴിയും. പിന്നത്തെ നമുക്കറിയാം, ചെങ്കടലിന് മുമ്പിൽ വെച്ച് ദൈവപ്രവർത്തിയാൽ ആ സൈന്യം മുഴുവൻ പട്ടുപോയി. ഒരൊറ്റ ആൾക്കെതിരെ പ്രതികരിച്ചപ്പോൾ ഭയന്നോടിയ മോശയാണ്. ഇന്ന് ദൈവം അവനെ ഉപയോഗിക്കുന്ന വിധം ശക്തമാണ്. കഴിഞ്ഞ 40 വർഷത്തെ പരിശീലനം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒറ്റപ്പെടലുകളെ, മറ്റുള്ളവർ നിങ്ങളെ കുറ്റം പറയുന്നത്, വഴക്ക് പറയുന്നത്, പ്രയാസപ്പെടുത്തുന്നത്, നിങ്ങളെ ചെറുതായി കാണുന്നത്, ഡോണ്ട് വറി, നിരാശപ്പെടരുത്. ഇന്നലത്തതിനേക്കാൾ ശക്തമേറിയത്, ഇന്നലത്തതിനേക്കാൾ അസാധാരണമായത്, സൂപ്പർ നാച്ചുറായത് കർത്താവ് നിങ്ങളെ കൂടി ചെയ്യിച്ചെടുക്കാൻ പോകും. തളരരുത്, പതറരുത്, മടുത്തു പോകരുത്, വീണു പോകരുത്. ആമേൻ. ബിൽഡ് അപ്പ് യുവർ ലൈഫ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പണിതെടുക്കാവൂ. ഇല്ല, നിങ്ങൾ ശൂന്യമാകത്തില്ല. നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവ്, അത് ക്രിസ്തുവിന്റെ നാളോളം അതിനെ അവൻ തികയ്ക്കും. ധൈര്യത്തോടെ മുന്നോട്ട്, പുറകോട്ടല്ല, മുൻപോട്ട്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പല സ്പിരിറ്റും, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികൾ, അതിന്റെ ശക്തി ദ്രവിച്ച് നിങ്ങളിലെ അഭിഷേകം വെളിപ്പെടുന്ന ഒരു സീസണായിട്ട് ഈ സീസൺ മാറുക. യെസ്, നിങ്ങളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായിട്ട് മിസ്രൈമിന്റെ നിക്ഷേപത്തെക്കാൾ, അതെ, നിങ്ങളുടെ വാക്കും നിങ്ങളുടെ സാമർഥ്യവും അതല്ല, അതിനേക്കാൾ ശക്തമേറിയതാണ് നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ അഭിഷേകം, ക്രിസ്തുവിന്റെ ജീവൻ. സ്വസ്ഥമായിട്ടിരുന്നേ. നിങ്ങളിൽ തന്നെ നിങ്ങളെ ഒന്ന് പണിതെടുത്തേ. പ്രതികരിക്കാൻ നിൽക്കരുത്. ശത്രുവിനോടോ മറ്റുള്ളവരോട് പ്രതികരിച്ച് നിരാശയും കയ്പും വെറുപ്പും കൊണ്ട് നടക്കാതെ നിങ്ങളുടെ അകത്ത് ഒന്ന് പറയാമോ, ഈ നിന്ദകളും ഈ പ്രയാസവും ഈ ഭാരവും ഒന്നും എന്നെ തൊടത്തില്ല. ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ സ്വർഗസ്ഥലത്തിരുത്തപ്പെട്ടവനാ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ ദൈവ പൈതല, ഒരു തിന്മയും എന്നെ തൊടത്തില്ല. വിശ്വസിക്കാമോ? നിങ്ങളുടെ അവസ്ഥ മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിരാശയോടും ഭാരത്തോടും ഒറ്റപ്പെട്ട വേദനയോടും കൂടെ ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവരുടെ അകത്ത് ആ നിരാശയുടെ ഭാരമാകത്തൊന്ന് മാറിപ്പോട്ടെ. മുമ്പ് അവർ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ഭയപ്പെട്ടെങ്കിൽ, നിരാശപ്പെട്ടെങ്കിൽ, അടിമപ്പെട്ടെങ്കിൽ, ചുറ്റുപാട് നിൽക്കുന്നവരുടെ മുമ്പിൽ ഒരു അടിമയെ പോലെ ഭീതിയോടെ നിന്നെങ്കിൽ, കർത്താവ് ഇന്ന് അവരുടെ അകത്ത് അതല്ല, ക്രിസ്തു അവരുടെ അകത്തുണ്ടെന്നുള്ള ബോധ്യത്തോടെ, യെസ്, അവരുടെ ഭാവിയെക്കുറിച്ച് ഭയത്തോടെ അല്ല, അവരുടെ ഭാവിയെക്കുറിച്ച് നിരാശയോടല്ല, ആമേൻ, ദൈവം എന്നെ വിളിച്ചെങ്കിൽ എന്റെ ജീവിതത്തെ മാനിക്കാൻ അവൻ ശക്തനാണെന്നുള്ള ബോധ്യത്തോടെ അവർ എഴുന്നേൽക്കട്ടെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ നിലയിൽ അവരുടെ കുടുംബങ്ങളെ, അവരുടെ ജീവിതങ്ങളെ, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ ചുറ്റുപാടുകളിൽ ആമേൻ ആ പരിശുദ്ധാത്മാവിന്റെ അധികാരം, പരിശുദ്ധാത്മാവിന്റെ ഫേവർ, പരിശുദ്ധാത്മാവിന്റെ ലവ് ആൻഡ് കമ്പാഷൻ, മേഴ്സി ഫ്ലോ ചെയ്യട്ടെ. അവസ്ഥകൾ മാറട്ടെ. അത്ഭുതകരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞായിട്ട് മഹത്വം അർഹപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ഹല്ലേലൂയ. നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആമേൻ, നിങ്ങൾ ശത്രുക്കളായി കണ്ടവരല്ല, ആ വ്യക്തിയുടെ അകത്തുണ്ടായിരുന്ന ശത്രുത്വത്തെ കർത്താവ് മാറ്റി സ്നേഹത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നാളുകളായിട്ട് കർത്താവ് നിങ്ങൾ നാളുകളെ മാറ്റിയിരിക്കുകയാണ്. സ്തോത്രത്തോടെ. ആമേൻ. ഞങ്ങളുടെ ചില ബുക്കുകളുണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് സൗജന്യമായി അത് ലഭിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.